അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇൻഷാ അല്ലാഹ് 4ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുക. ബൈളാവിയാണ്. പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമുള്ളതാണ്. മനസ്സിലാക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന വിഷയവുമാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് 4ാമത്തെ പാഠം ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഫാത്തിഹയുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മി നമ്മൾ പലതും പറഞ്ഞു. ഫാത്തിഹ എന്നത് ആയത്താണ്. ആ ആയത്തിൽ ഒന്ന് ബിസ്മി ഉൾക്കൊള്ളുന്നൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യും. അതിനെപ്പറ്റിയാണ് ഇമാം ബൈളാവി തങ്ങൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ ഫാത്തിഹത്തി, അത് ഫാത്തിഹയിൽ പെട്ടതാണ്. തന്നെയുമല്ല, ഫാത്തിഹയിൽ മാത്രമല്ലല്ലോ ബിസ്മിയുള്ളത്. അതിൻ്റെ പുറമെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മി വമിൻ കുല്ലി സൂറത്തിൻ, ഏതൊരു സൂറത്തിൻ്റെയും ആദ്യത്തിൽപ്പെട്ടതാണ്. ബറാത്ത് സൂറത്ത് ഒഴികെയുള്ള എല്ലാ സൂറത്തിൻ്റെയും ആദ്യത്തിൽ ബിസ്മി ഉണ്ടല്ലോ, അതൊക്കെ ആ സൂറത്തിൽപ്പെട്ടതാണ്. ഇതാണ് ബൈളാവി ശ്രദ്ധ. വാലഹി, ഇതനുസരിച്ചാണ്, അതായത് ഫാത്തിഹയുടെ തുടക്കത്തിലുള്ളതും മറ്റ് സൂറത്തുകളുടെ തുടക്കത്തിലുള്ളതും എല്ലാ ബിസ്മിയും ഫാത്തിഹ ഈ പറയപ്പെട്ടതൊക്കെ ഖുർആൻ ഈ സൂറത്തുകളിൽപ്പെട്ടതാണ് എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഖുർആ മക്കത്ത, അന്നുണ്ടായിരുന്ന മക്ക ഖുർആങ്ങൾ. ഇന്നുള്ള ഖുർആങ്ങൾക്ക് അതങ്ങനെ അഭിപ്രായമുണ്ടോ ഇല്ലേ എന്നുള്ളത് ശക്ക. ഏതായാലും ബിസ്മി അവർ പതുക്കെ ഓടും, ചെറുങ്ങനല്ല. അറബിലെ ഇമാമികളും ബിസ്മി സൂറ തുടങ്ങുമ്പോൾ പതുക്കെ ഓതുന്നുണ്ട്. അത് അറിയണമെങ്കിൽ മസ്ജിദുൽ അറബിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിക്കും സ്പീക്കറിൽ കൂടി അത് കേൾക്കാൻ സാധ്യമല്ല. നേരെ മറിച്ച് മത്താഫിൽ എന്ന നിസ്കാരത്തിലാണോ നാം പങ്കെടുക്കുന്നതെങ്കിൽ അവിടെ വെച്ചിട്ട് അവർ ചെറുങ്ങനെ ബിസ്മി ഓടുന്നതായി കേൾക്കാൻ കഴിയും. കാര്യം ശ്രദ്ധിക്കുക. പമിൻ കുല്ലി സൂറത്തിൻ, എല്ലാ ഓരോ സൂറത്തിൻ്റെയും തലക്കിൽപ്പെട്ട ബിസ്മിയും എന്നിൽപ്പെട്ടാണ്, ആ സൂറത്തിൽപ്പെട്ടാണ്. വാരി ഖുറാവ് മക്കത്ത, മക്കത്തെ കാര്യങ്ങൾ അങ്ങനെയാകുന്നു. വൽ കൂഫത്ത, കൂഫയിലെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഫുഖഹാഉമ്മ, മക്കയിലെയും കൂഫയിലെയും അന്നത്തെ ഫുഖഹാക്കളും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചത്. പിന്നെ അതിനെ പുറമെ പറയുന്നു ഇബ്നുൽ മുബാരക്, ഇബ്നു മുബാരക് എന്ന മഹാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. റഹിമഹുല്ലാഹു തആല, അല്ലാഹു തആല അദ്ദേഹത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഷാഫിയു, ഇമാം ഷാഫി തങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാ ഓരോ ഫാത്തിഹ സൂറത്ത് അടക്കമുള്ള എല്ലാ സൂറത്തിൻ്റെയും ആദ്യത്തിലുള്ളതായ ബിസ്മിയും അതാത് സൂറത്തിൽപ്പെട്ട് തന്നെയാണ്. എന്നാൽ ഇവർക്കെതിരൊരു കക്ഷിയുണ്ടല്ലോ, വഹാരഫഹും, അവരോട് എതിരായിട്ടുണ്ട്. ആര്? ഖുറാഉൽ മദീന, മദീനയിലെ കാര്യങ്ങൾ. മദീനയിലെ കാര്യങ്ങൾ പറയുന്നു. എന്താണ്? ബിസ്മി അടങ്ങുന്ന ഏത് സൂറത്തിലായിരുന്നാലും അത് എന്തിൽപ്പെട്ടതല്ല, ഫാത്തിഹയിൽപ്പെട്ടതല്ല, അല്ല സൂറത്തിൽ പെട്ടതല്ല. വൽ ബസ്റത്തി, തന്നെ ബസ്രാക്കാരുൾപ്പെട്ടതായ കാര്യങ്ങളും വശാമി, ഷാമിലുള്ള കാര്യങ്ങളും അവിടുത്തെ ഫഖീഹ്മാരൊക്കെ ഫുഖഹാക്കളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ബിസ്മികളുടെ സൂറത്തിൽപ്പെട്ടതല്ല. മാലിക്, ഇമാം മാലിക് തങ്ങളും മദീനക്കാരനാണല്ലോ, അദ്ദേഹം മദീനത്താണ് മറവിട്ടെടുക്കുന്ന, അദ്ദേഹം പറയുന്നു അങ്ങനെ. വൽ ഔസാഇ, ഇമാം ഔസാഇ തങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു അല്ലേ. എന്നാൽ പിന്നെ വേറെ പ്രശ്നം, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ പറ്റി ഒരു ചർച്ച നമുക്ക് കിട്ടണമല്ലോ. നമ്മളെ തൊട്ട് കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലുമൊക്കെ ഒരുപാട്, അതുപോലെ തന്നെ നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് ഹനഫിയാക്കളുണ്ടല്ലോ. അവർ ബിസ്മി ചൊല്ലുന്നില്ലല്ലോ. എന്താണ് അങ്ങനെ? വലം യുനസ്സ അബൂ ഹനീഫ, വലം യനുസ്സ അബൂ ഹനീഫത്ത് റഹിമഹുല്ലാഹ്, വലം യനുസ്സ വ്യക്തമാക്കിയിട്ടില്ല അബൂ ഹനീഫത്ത, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ
റഹിമഹുല്ലാഹു തആല അനുകെട്ടതാണ് ഫീഹി ഈ ബിസ്മി ഫാത്തിഹയിലും സൂറത്തിലും പെട്ടതാണോ എന്ന വിഷയത്തിൽ മിഷൈൻ ഒന്നുകൊണ്ടും അദ്ദേഹം നെസ്സായി പറഞ്ഞില്ല. അല്ലാന്നോ ആണെന്നോ ഉറപ്പ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നിട്ടോ എന്നിട്ട് പറയാ അതിനാൽ എന്ത് ചെയ്ത് അവരില്ല ഫളുന്ന അതിനാൽ ഭാവിക്കപ്പെട്ടു ഫളന്ന എന്നല്ല ഫളുന്ന. അപ്പോൾ ശിഷ്യന്മാർ മറ്റുള്ളവർ ഭാവിക്കപ്പെട്ടു എങ്ങനെ അന്നഹ ഈ ബിസ്മി ലൈസത്ത് മിന സൂറത്തിൻദഹു അബൂ ഹനീഫത്തുൽ കുഫി തങ്ങളടുക്കൽ നിന്നില്ല സൂറത്തിൽപ്പെട്ടതല്ല ബിസ്മി എന്ന് ഭാവിക്കപ്പെട്ടതാ. അല്ലാതെ മൂപ്പരൊരു വ്യക്തമായി നസ്സായിട്ട് ഒരു കാര്യവും ഈ വിഷയത്തിൽ പ്രതിപാദിച്ചിട്ട് ഇല്ല. എന്നാൽ വസുഇല ചോദിക്കപ്പെട്ടു മുഹമ്മദ് ബിനുൽ ഹസൻ തങ്ങളോട് അന്ന ഈ ബിസ്മി വരെ ചോദിക്കപ്പെട്ടു. അപ്പം വക്കാല അപ്പം എന്താ ബിസ്മി ഈ ഫാത്തിഹയിലുള്ള ബിസ്മി അടക്കമുള്ള സൂറത്തുകളുടെ ബിസ്മി അടക്കമുള്ളതൊക്കെ ഈ പറയപ്പെട്ട സൂറത്തിൽപ്പെട്ടതാണോ എന്ന് ചോദിക്കപ്പെട്ടു. ആരോട്? ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് ഹസൻ തങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് മറുപടി? വളരെ വ്യക്തമാക്കണം. മാ ബൈന ദഫ്ഫതൈനി കലാമുല്ലാഹി തആല ഖുർആനിൻ്റെ ആദ്യ ചട്ടം മുതൽ ലാസ്റ്റ് ചട്ടം വരെ അതിൻ്റെ ഇടയിലുള്ളത് മുഴുവൻ ദഫ്ഫത്തിനുണ്ട് ചട്ട. അതിൻ്റെ ഇടയിലുള്ളത് മുഴുവനുണ്ടാണ് ഈ ഖുർആനിൽപ്പെട്ടത് തന്നെയാണ്. ഖുർആനിൽ പെടാത്ത ഈ രണ്ട് ഭാഗത്തിനിടയിൽ ഒന്നുമില്ല. ആ രണ്ട് ഭാഗത്തെ ദഫ്ഫത്തിൻ്റെ ഇടയിൽ ഒന്നും തന്നെയില്ല. ദഫ്ഫം തന്നെ നമ്മുടെ പഴയ ഭാഗത്ത് ചട്ട നോക്കുന്നതാണ് അതിൻ്റെ പ്രിൻറ്റിക് ചട്ട. അതാണ് മാ ബൈന ദഫ്ഫത്തൈനി മാ ബൈന ദഫ്ഫത്തൈനി മാ ബൈന ദഫ്ഫത്തൈനി രണ്ട് തട്ടിൻ്റെ ഇടയിലുള്ളതൊക്കെ കലാമുല്ലാഹി അള്ളാഹുവിൻ്റെ കലാമ തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞത്. വലന എന്നിട്ട് ബഹുമാനപ്പെട്ട ബൈലാബി തങ്ങൾ പറയാം നമ്മൾക്കുണ്ട് ബൈലാബി തങ്ങൾ ശാസ്ത്രങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. വലന നമ്മൾക്കുണ്ട് അഹാദീസു കസീറത്തുൻ ധാരാളം അഹാദീസുകൾ ഹദീസുകളുണ്ട്. മിൻഹ ആ ഹദീസിൽപ്പെട്ടാണ്. അപ്പം എന്താ വലന അഹാദീസു കസീറത്തുൻ ധാരാളം ഹദീസുകൾ നമുക്കുണ്ട്. മിൻഹ ആ ഹദീസുകളിൽ പെട്ടതാണ് മാറബ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടുമാറാവട്ടെ അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫാത്തിഹത്തുൽ കിതാബി സബു ആയാത്തിൻ ഫാത്തിഹത്തുൽ കിതാബി 7 ആയത്തുകളാണ്. അബൂ ഹുറൈറ പറഞ്ഞതാ. എന്നിട്ടോ ഒന്ന് റസൂൽ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ ഒന്നാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാമത്തെ ഫാത്തിഹയുടെ ആയത്താണ്. വളരെ വ്യക്തമായിരുന്നു. വഖൗലു ഉമ്മു സലമത്ത പിന്നെ ആരെ വാക്കാണ്? അബൂ ഹുറൈറയുടെ വാക്കിന് പുറമെ എന്താണ് ഉമ്മു സലമ അള്ളാഹിൻ്റെ വാക്കും എന്താണ് ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി അൽ ഫാത്തിഹ ഫാത്തിഹയെ ഓതി ബഹുമാനപ്പെട്ട റസൂൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്. എന്നിട്ട് വഅദ്ദ ബഹുമാനപ്പെട്ട റസൂലുള്ള എണ്ണി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയത്തല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയത്തായിട്ടുണ്ട്. റസൂലുള്ള ബിസ്മിയും ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൂടി ഒരു ആയത്തായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും വേണ്ടിയില്ല ഒന്നാമത്തെ ആയത്താണോ രണ്ടാമത്തെ ആ ഖിലാഫാണ് നിൽക്കട്ടെ. ഈ പറയപ്പെട്ട ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെന്ന് വളരെ വ്യക്തമായി. അതാ വഅദ്ദ റസൂലുള്ള എണ്ണി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഒരു ആയത്തായിട്ടുണ്ട്. ومن أجلهما اختلف في أن آية برأسها أم بما بعدها. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഉമ്മു സലമാൻ്റെ ഈ ഹദീസ് കൊണ്ട് ആണ് അഭിപ്രായ വ്യത്യാസം വന്നു. ഒമിൻ അജലിഹിമ ഈ അബൂ ഹുറൈറയുടെ ഹദീസും ബഹുമാനപ്പെട്ട ഉമ്മു സലമയുടെ ഹദീസും ആ രണ്ട് ഹദീസിൻ്റെയും കാരണത്തിന് വേണ്ടിയാണ് ഇഖ്തലഫ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് അന്നഹ ഈ ബിസ്മി ആയത്തും ബിറസിയ അത് സെപ്പറേറ്റ് സ്വന്തം ഒരായത്താണോ? ഗ്രഹസ്യൻ്റെ താരാന്നല്ല, ഗ്രഹസ്യ എന്ന സെപ്പറേറ്റ് ഒരായത്താണോ? അമ്മിമാബാദാലെ ശേഷമുള്ളതോട് കൂടി അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനോട് കൂടിയാണോ ഒരായത്ത് എന്നുള്ളതായ അഭിപ്രായ വ്യത്യാസം വന്ന് ഈ രണ്ട് ആയത്തിൻ്റെയും ഹദീസിൻ്റെയും പശ്ചാത്തലത്തിൽ ആവുന്നു. വൽ ഇജ്മാഉ ഇജ്മാ അഭിപ്രായം എന്താണ്? അത് അല അന്ന മാബൈന ദഫ്ഫത്തൈനി ഈ രണ്ട് തട്ടിൻ്റെ ഇടയിലുള്ളതൊക്കെ അതായത് ആദ്യത്തെ ചട്ട ബേക്കറി ചട്ടം മുതലുള്ളതൊക്കെ കലാമുല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമ തന്നെ. ആ ഖുർആനിലുള്ളതൊക്കെ അല്ലാഹുവിൻ്റെ കലാമാണ്. വൽ ബിഫാഖു അലാ ഇസ്മാതിയ ഫിൽ മസാഹിബിൽ മുബാലഗതി ബി തജ്ദീദിൽ ഖുർആനി എന്നാ പറയാ
വൽ വിഫാഖു മുബ്തദ. വൽ വിഫാഖു എന്നാൽ യോജിച്ചത്, അനുയോജ്യമായി യോജിച്ചത്, അലായിഫാത്തിയ ആ ബിസ്മി സ്ഥിരപ്പെടുത്തുന്ന മേൽ യോജിച്ചത്, ഇൽ മസായിഫി മുസാഹിൽപ്പെട്ടതാണെന്ന വിഷയത്തിൽ യോജിച്ചത്, മൽ മുസാഹിൽപ്പെട്ടതാണെന്നാണ്. വൽ വിഫാഖു യോജിച്ചത്, അലായിഫാത്തിയ ബിസ്മിയെ മുസാഹിഫിൽ പെട്ടതാണെന്ന് സ്ഥിരപ്പെടുത്തലാണ്. അപ്പം വൽ വിഫാഖ് മുബ്തദ അലായിഫാത്തിയ ഖബർ. വല്ലിഫാഖ് യൂരിത്തിൽ അലായിഫാത്തിഹ ആ വിഷയം സ്ഥിരപ്പെടുത്തുന്നതിനെ പാശ്ചാത്യം സ്ഥിരപ്പെടുത്തലാണ് ഫിൽ മസായിഫി മുസ്തഫികളിലായിട്ട്. അപ്പോൾ ബിസ്മി മുസ്തഫിൽപ്പെട്ടതാണ്, സ്ഥിരപ്പെടുത്തലാണ് യോജിച്ചത് ആ കാര്യമാണ്. മാൽ മുബാരക്ക് എന്തോടുകൂടി? മാൽ മുബാരകത്തി ശക്തി കാണിക്കുന്നതോടുകൂടി തജ്രീദിൽ ഖുർആനെ തെനിപ്പിക്കണം. ഖുർആനില്ലാത്ത ഒന്നും പറ്റൂല എന്നുള്ള ആ ശക്തിയുക്തമായ മഹാന്മാരുടെ ശാസനയുണ്ടല്ലോ. ആ വിഷയത്തിൽ അത്താ ഏതുവരെ ലം തുക്തബ് ആമീൻ, ആമീൻ എന്നതിന് എഴുതപ്പെട്ടിട്ടില്ലല്ലോ. ഖുർആനിൽ ഏത് ഖുർആൻ എടുത്തു നോക്കിയാലും ആമീൻ എന്നതുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ട്? ആമീൻ നമ്മൾ ചെല്ലുന്നുണ്ട്, പക്ഷേ ആമീൻ ഖുർആനിൽപ്പെട്ടത് അല്ല, ഫാത്തിഹയിൽപ്പെട്ടത് അല്ല. അതുകൊണ്ടാണ് അതിനെ ഖുർആനിൽ രേഖപ്പെടുത്തി വെക്കാത്തത്. ആണെങ്കിൽ രേഖപ്പെടുത്തുമ്പോൾ ഖുർആനിൽ പെടാത്തൊന്നും ഒരു നിലക്കും ഖുർആനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഈ ഒരു ആമീനെ രേഖപ്പെടുത്താത്തതുകൊണ്ട് അവളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് ഇമാം ബൈളാവി തങ്ങൾ പറയുന്നത്. ഇനി പറയാം, അല്ലാഹു തആല ഇത് കബൂച്ചിട്ട് ഇനിയുള്ളത് വൽ ബാവ്, ഈ പറയപ്പെട്ട ബാവ്, അതായത് ബിസ്മി എന്ന ബാഗ് അതെന്താ? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണല്ലോ പറയുന്നത്. ആ ബാഗ് മുതഅല്ലിഖത്തും ബിമഅറൂഫി, കളയപ്പെട്ടവനെ പഠിച്ച ജാറ് മജ്റൂർക്ക് ഒരു തഅല്ലുഖ് വേണം. ഓൻ സ്വന്തം ഒരുത്തിൽ നിൽക്കൂല, മറ്റെന്തോ ഒന്നിനോട് കെട്ടിയിടണം. അത് ജാറ് മജ്റൂറിൻ്റെ പ്രത്യേകതയാണ് അല്ലേ. മറർത്തു ബി സൈദിൻ, ഞാൻ നടന്നുപോയി. സെയ്ദിൻ്റെ ആടെന്താണ് മറർത്തു എന്ന് പറഞ്ഞതായ ആ ഫീലോടാണ് ബി സൈദിൻ എന്ന് പറഞ്ഞ താലൂക്ക്. വൽ ബാഉ, ഈ ബാ മുതഅല്ലിഖത്തും ബിമഅറൂഫിൻ, കളിയപ്പെട്ടതിനോട് ബന്ധിച്ചത്. തഖ്ദീറു, അതിൻ്റെ സങ്കല്പന എങ്ങനെയാ? ബിസ്മില്ലാഹി അഖ്റഉ എന്ന്. നമ്മൾ പണ്ട് പഠിച്ച ബിസ്മില്ലാഹി അബ്തദിയും, ഇതിപ്പോൾ അങ്ങനെയല്ല. ബിസ്മില്ലാഹി അഖ്റഉ. എന്താണ് ഈ അഖ്റഉ പറയാനുള്ള കാരണം? ഇൻഷാ അല്ലാഹ് ബൈളാവി വിശദമായി പറയും. അപ്പോൾ അഖ്റഉ, ഞാൻ വായിക്കുന്നു അല്ലാഹുവിൻ്റെ നാമത്തിലെന്നാണ്. കാരണം യന്നല്ലദീ യത്ലൂഹു മഖ്റൂഅൻ, അതിന് തൊട്ടടുത്തുള്ളത് വായിക്കപ്പെടുന്ന വിഷയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വായിക്കപ്പെടുകയാണല്ലോ. എന്നതി യത്ലൂഹു, അതിനോട് തൊട്ടടുത്തുള്ളത് മഖ്റൂൻ, വായിക്കപ്പെടുന്ന വിഷയമാണ്. തിന്നുന്നതല്ല, അല്ലെ കുളിക്കുന്നതല്ല. അതൊക്കെയാണെങ്കിൽ അന്ന് എനിക്ക് വെക്കാം. ഇവിടെ എന്താണ്? ബിസ്മില്ലാഹി അഖ്റഊന, കാരണം തൊട്ടടുത്ത് അൽഹംദുലില്ലാഹ് നിനക്ക് വായിക്കപ്പെടുകയാണ്, ഓതപ്പെടുകയാണ്. അതുകൊണ്ടാണ് അഖ്റഊ എന്നതിനെ സങ്കല്പിക്കലാണ് നല്ലത് എന്ന് ഇമാം ബൈളാവി തങ്ങൾ പറയാനുള്ള കാരണം. വകദാലിക, അതേ പ്രകാരം തന്നെയാണ് യുമറു കുല്ലു ഫായിലിൻ, ഇതേ പ്രകാരം എല്ലാ ഫായിലും മറക്കപ്പെടും. അഖ്റഊന്ന് മറക്കപ്പെട്ടതുപോലെ ഏതൊരു ഫായിലിനെയും അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ പറയുമ്പോൾ അവിടെ ബിസ്മില്ലാഹി ഔകുലു, ഞാൻ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫായിലിനെ കളിയല്ലോ. അപ്പോൾ എല്ലാ ഫായിലും കളിയപ്പെടാൻ പ്രകാരം കളിയപ്പെടുന്നുണ്ട്. ഉദാഹരണ പ്രകാരം യുമറു മറക്ക കുല്ലു ഫായിലിൻ, എല്ലാ ഫായിലിനെയും മാ യുജ്അലു തസ്മിയത്തും, ബിസ്മിയെ എന്തൊന്നിന് വേണ്ടി നിയമിക്കപ്പെട്ടുവോ അങ്ങനത്തെ ഒന്നിനെ ഫായിലിനെ മബ്ദഅൻലു, അതിന് തുടക്കമായിട്ട് മബ്ദഅൻലു, അതിന് തുടക്കമായി ബിസ്മിയെ എന്തിന് തുടക്കമായി നിയമിക്കപ്പെട്ടുവോ അങ്ങനത്തെ ഒന്നിൻ്റെ എല്ലാ ഫായിലിനെയും എല്ലാ ഫായിലിനെയും മറക്കപ്പെടുക എന്ന് പറഞ്ഞത് എന്താ സാധാരണ ഉണ്ടായിട്ടുണ്ട്. കദാരിക, അപ്രകാരം യുമറും മറക്കപ്പെടും കുല്ലു ഫായിലിൻ, എല്ലാ ഫായിലിനെയും മാ യുജ്അലു കുല്ലു ഫായിലി മാ ഒരു ഫായിലി മുഖത്തിന് യുജ്അലു തസ്മിയത്തു മബ്ദഅൻലു, ബിസ്മിയെ ആ ഒന്നിനെ തുടക്കമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നിൻ്റെ എല്ലാ ഫായിലും മറക്കപ്പെടാറുള്ളത് ഇങ്ങനെ ഉണ്ടാവാൻ ഒരിക്കലും അതിന് ഫായിലിനെ പറയപ്പെടാറില്ല, ഫായിൽ മറക്കപ്പെട്ടിട്ടുണ്ടാവുക. പതാരിക്കൗര, ആ ഫായിലിനെ മറക്കപ്പെടലാണ് ഏറ്റവും നല്ലത്. മിൻ അൻയുമറ, അംദാണ് അതിനെ ലമീറാക്കി അതിനെ വെക്കുന്നതിനേക്കാൾ നല്ല മറക്കപ്പെടലാണ്. മറക്കപ്പെടുക ലമീറാക്കാൻ രണ്ടാ. മറക്കുന്ന അവിടെ ഉള്ളിലുണ്ട്, പക്ഷേ എന്താണ് പിന്നെ ഈ പറയപ്പെട്ട അതിനെ ലമീറാക്കി മാറ്റലല്ല. അയ്യുമറിനേക്കാൾ നല്ലത് അതിനെന്താണ്
ഇനി മറക്കപ്പെടല മീൻ യുൽമറ അബ്ദഉ മീൻ വദാലിക ഔലാ മിൻ യുൽമറ അബ്ദഉ. അപ്പോൾ അല്ല വദാലിക ഔലാ പറഞ്ഞ കുറച്ച് വശം വകദാലിക യുൽമറ കുല്ലു ഫാരി മാജു തസ്മിയത്തു അമ്പദാലത്തു മറക്കപ്പെടല വദാലിക ഔലാ. എന്നാൽ ഈ അഖറഉ എന്നതിനെ സങ്കല്പിക്കലാണ് ഏറ്റവും നല്ലത് മിൻ അൻ യുൽമറ അബ്ദഉ. അങ്ങനെയാണ് അബുദഊനെ സങ്കല്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അബുദഊ എന്നതിനെ സങ്കല്പിക്കാൻ ഏറ്റവും നല്ലത് അഖറഉ എന്നതിനെ സങ്കല്പിക്കലാണ്, ഇവിടെ മറക്കപ്പെടലാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് ധാരിക ഈ അഖറഉ എന്നതിനെ സങ്കല്പിക്കലാണ് ഔല ഏറ്റവും നല്ലത് മിൻ അൻ യുൽമറ അബുദഊ. ഞാൻ തുടങ്ങുന്നു എന്നതിനെ മറക്കപ്പെടുന്നതിനേക്കാൾ സങ്കല്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? യാതിമായി താപിക്കൂ അതിന് യോജിച്ചൊന്നും ഇവിടെ അല്ലല്ലോ, ഇവിടെ കിറാത്തല്ലത് യാതിമായി താപിക്കൂ അബുദഊന് യോജിച്ചൊന്നും ഇവിടെ അല്ല, ഇവിടെ തുറക്കം തന്നെ അങ്ങനെയല്ല അല്ലേ. ഒമായതുല്ലാരി അതിന് അറിയിക്കുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും നല്ലത് എങ്ങനെയാണ് അബുദഊന് ഒഴിവാക്കൽ അൽക്കറുവാ നല്ലത്, അല്ലെങ്കിൽ ഔ ഇബ്തിദാഇ അല്ലെ എൻ്റെ തുറക്കം എന്ന് സങ്കല്പിക്കാൻ നല്ലത്. അബുദഊ എന്നോ അല്ലെങ്കിൽ എൻ്റെ തുടക്കം എന്ന ഔ ഇബ്തിദാഇ എന്ന പാലിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇബ്തിദാഇ എന്ന് സങ്കല്പിക്കുന്നതിനേക്കാൾ നല്ലത് അഖറഉ എന്ന് സങ്കല്പിക്കലാണ്. ഇയാത്തിന്മാരിക്ക് അതിനകത്തുനിന്നാണ് നമീരും കൂടുതൽ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഈ പറയപ്പെട്ടതായ ഇതാണ് ഏറ്റവും നല്ല പറയാൻ കാരണം. പിന്നെ അപ്പോൾ തക്തീമിൽ മഴമൂലി പിന്നെ മറ്റൊരു വിഷയമുള്ളത് മഴമൂലിനെ മുന്തിച്ചല്ലോ. ഒരു മഴമൂലിനെ ഇവിടെ മഴമൂലിനെ ഏതാ ആമിരും മഴമൂല ഏതാ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. അപ്പം എന്താണ് ബിസ്മില്ലാഹി പിന്നെ റഹ്മാനി റഹീം ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു ബി ഇസ്മില്ല അള്ളാഹുവിൻ്റെ നാമം തുടങ്ങുന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഇവിടെ പിന്നെ മഴമൂലിനെ മുന്തിച്ചു ആവുന ഇവിടെ എന്താണ് പിന്നെ എന്തിനേക്കാൾ ആമിലിനേക്കാൾ എന്ന് പറയുക. അപ്പോൾ തക്തീമിൽ മഹമൂദി ആവുന ഔക്കഴു കമാഫി കൗലി ബിസ്മില്ലാഹി മജ്റേഹ. ഏത് ബിസ്മില്ലാഹി മജ്റേഹ എന്ന വാക്കിൽ ഉള്ളതുപോലെ ഇവിടെ മഴമൂലിനെ മുന്തിച്ച് എങ്ങനെ മഴമൂല് ബി ഇസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അബ്ദഉ ഞാൻ തുടങ്ങുന്നു. അപ്പോൾ അഖറഉ ഞാൻ വായിക്കുന്നു ബി ഇസ്മില്ല. അപ്പോൾ അള്ളാഹ് നാമത്തിൽ എങ്ങനെയായിരുന്നാലും ബിസ്മില്ലാഹി അഖറഉ എന്നാണല്ലോ വരിക. അപ്പോൾ അഖറഉ എന്ന് ഞാൻ ഫീലും വായില്ല. അഖറഉ എന്ന് പറയുന്നതാണ് ഫീലും വായിലും. ആ ഫീലും വായിലിൻ്റെ ലാസ്റ്റ് ആ സങ്കല്പിക്കും ബിസ്മില്ലാഹിൻ്റെ ശേഷം അഖറഉ ബിസ്മില്ലാഹി എന്നല്ല. അപ്പം ബിസ്മില്ലാഹി എന്ന് പറഞ്ഞത് പിന്നെ ആമിലാണ്, അഖറഉ എന്ന് പറഞ്ഞാൽ മഴമൂലാണ്. അപ്പം മഴമൂലിനെ മുന്തിച്ച് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞതിനെ എന്താണ് അഖറഉ ഞാൻ വായിക്കുന്ന ഫീലും വായിൽ ബിസ്മില്ല അള്ളാഹ് നാമത്തിൽ മഴമൂൽ യാറും മഖൂലാണല്ലോ. ആ ബിസ്മില്ലയെ മുന്തിച്ചു ആരേക്കാൾ അഖറഉ എന്നതിനേക്കാൾ മുന്തിച്ചു. എന്താ അങ്ങനെ കാരണം? നമ്മൾ സാധാരണ ഇത് ബേക്കറാണല്ലോ ബിസ്മില്ലാഹി അഖറഉ സങ്കല്പിച്ചു കൊടുക്കാറ് അല്ലെ ബിസ്മില്ലാഹി അബ്തദിഉ. അപ്പം തഖ്ദീം മഴമൂലിനെ മുന്തിച്ചു ഹൗന ഇവിടത്തിൽ ഇത് അഖറഉ എന്ന് പറഞ്ഞേന അതിനെ പിന്തിക്കുകയും പിന്നെ ബിസ്മില്ലാ എന്ന മഴമൂലിനെ മുന്തിക്കുകയും ചെയ്തു. എന്തിനാണ് മുന്തിച്ചത്? ഔക്കറും അത് ഏറ്റവും നന്നാക്കുന്ന കാര്യമാണ്, സംഭവിപ്പിക്കുന്ന കാര്യമാണ്. കമാഫി കൗലി അള്ളാഹിൻ്റെ വാക്കിനകത്തുള്ള പോലെ ബിസ്മില്ലാഹി മജ്റേഹ. ബഹുമാനപ്പെട്ട നൂറിൻ്റെ കപ്പലിൻ്റെ സഞ്ചാരത്തിൻ്റെ എന്താണ് കടിഞ്ഞാനായിരുന്നു ബിസ്മില്ലാഹി മജ്റേഹ. അപ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിലാണ് മജ്റേഹ അതിൻ്റെ നടത്തം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മജ്റേഹൻ എന്ത് ചെയ്ത് പിന്തിച്ചു ബിസ്മില്ലാഹിനെ പിന്തിച്ചു. അതേ രീതിയിൽ ഇവിടെ ഏറ്റവും ഔക്ക ഏതാണ്? ആ ബിസ്മില്ല. അതുകൊണ്ടാണ് അതിനെ മുന്തിക്കാനുള്ള കാരണം. അപ്പോൾ കൗലി പിന്നെ അള്ളാഹിൻ്റെ വാക്കുണ്ടല്ലോ ഇയ്യാക നഅ്ബുദു നഅ്ബുദു ഇയ്യാക നഅ്ബുദു ഇയ്യാക പറഞ്ഞാൽ മതി പിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നഅ്ബുദിനെ പിന്തിച്ചു ഇയ്യാക്കനെ മുന്തിച്ചു മഴമൂല്ല. ആ മഴമൂലിനെ മുന്തിക്കാനുള്ള കാരണം അതാണ് ഏറ്റവും ഔക്കാൾ. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞതിന് അഖറഉവിനേക്കാൾ മുന്തിക്കാനുള്ള കാരണം. അത് അഹമ്മു അതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായത്. അതല്ലു ഏറ്റവും അറിയിക്കുന്നു അല്ലസാസിൽ ഇതല്ലാതെ വേറെ ഒരു പരിപാടിയും ഇല്ല. പഠിച്ചവനെ ഞങ്ങളുടെ എൻ്റെ മാമത്തിലാണ് തുടങ്ങുന്ന അറിയിക്കാൻ വേണ്ടിയാണ്. അദ്ഹനുക്കിത്താലിന് ആദരവിൽ ഏറ്റവും പ്രവേശനം നൽകുന്നതും അതാകുന്നു. വുജൂദിനിക്ക് ഏറ്റവും അനുയോജ്യമായത് അള്ളാഹിൻ്റെ വുജൂദത്തിനിക്ക് അള്ളാഹ് പൈനസ്മൂത്തല അള്ളാഹ് സുബ്ഹാനഹു അള്ളാഹിൻ്റെ പേര് മുഖദ്ദമുൻ അലൽ ഖിറാഅത്തി ഓതുന്നതിനേക്കാളൊക്കെ മുന്തിക്കപ്പെടേണ്ടത് അവൻ ഓത്തിൻ്റെ ആദ്യത്തിൽ കൊണ്ടുവരുന്ന അള്ളാഹിൻ്റെ പേരാ. കൈഫ എങ്ങനെയല്ല കൈഫല എങ്ങനെയാതില്ലാതെ കൈഫല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കൈഫലായ കൂടിത്താല മുഖത്തും നല്ല കിറാത്തീൻ എങ്ങനെയാ അള്ളാഹിൻ്റെ പേര് അവൻ്റെ കിറാത്തിനൊക്കെ മുന്തിക്കപ്പെടാതിരിക്കുക? കൈഫല എങ്ങനെയാ അങ്ങനെ മുന്തിക്കപ്പെടാതിരിക്കുക? വകൽ ജുഹില ആനത്തല്ലഹ വകൽ നിശ്ചയമായതും ജുഹില ബിസ്മി ആക്കപ്പെട്ടു ആരത്തല്ലഹ നീ പറയപ്പെട്ടതായ
പിന്നെ ഖിറാഅത്തിനുള്ളതായ ആയുധമാക്കി മിൻ ഹൈസു അന്നൽ ഫീല ഒരു ഫീല് ഒരു പ്രവൃത്തിയും തന്നെ ന്യായത്തിമ പൂർത്തിയാവൂല വലായുത്തബൈൻ എണ്ണപ്പൊടിയില്ല ഷറൻ ഷറയിൽ മാനം യസ്ഫുർ ബി ഇസ്മിഹി താര അള്ളാഹിൻ്റെ നാമം കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ കാരണം കൊണ്ടാൽ കൗര്യത്താര അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ അസ്വലാത്തു വസ്സലാം റസൂൽ അള്ളാഹു കൗരി റസൂലുള്ളാഹിന്റെ പകരി കൗരി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദു ഫീഹി ബിസ്മില്ലാഹി വഅബ്ദറു ഏതൊരു കാര്യവും എന്താ കുല്ലു അംരിൻ ദീബാലിൻ ഒരു പരിഗണന ഉടേതായ ഒരു കാര്യം ബാലത്ത് എന്താണ് പരിഗണന ഉടേത് ഏതൊരു കാര്യവും ലാ യുബ്ദു ഫീഹി അതിൽ തുടങ്ങപ്പെടുന്നില്ല ബിസ്മില്ലാ അള്ളാഹ് നാമങ്ങൾ തുടങ്ങപ്പെടുന്നില്ലെങ്കിൽ അബ്ദറത് ബർക്കത്തറ്റതാണ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്നത് ആദ്യം തന്നെ മഅ്മൂലിനേക്കാൾ അലാമിനേക്കാൾ മഅ്മൂലിനെ മുന്തിക്കപ്പെടാനുള്ള കാരണം അതാണ് ബിദ്അത്ത് മഖ്സൂദ് അതുകൊണ്ടാണ് മുന്തിച്ചത് അല്ലാഹു തആല തൊണ്ടന്മാരാവട്ടെ അപ്പോൾ നമുക്കെന്താണ് ഒരുപാട് ചോദ്യങ്ങൾ വരും ബിസ്മി ബാത്തിൽപ്പെട്ടതാണോ അല്ലേ എന്ന് ഖിലാഫുണ്ട് അതിന് വ്യക്തമാക്കുക ഒന്നാം ചോദ്യം രണ്ടാമത്തത് മുന്നബി അന്നൽ വസനത്തെ നേതൃത്വ സൂറത്തി ഇന്ത അബി ഹനീഫത്ത അബൂ ഹനീഫിൻ്റെ അടുക്കൽ എന്താണ് സൂറത്തിൽപ്പെട്ടതല്ല ബിസ്മി എന്ന് ബാബി ഖബറാനുള്ള കാരണം ലിമ എന്തുകൊണ്ടാണ് കാരണം മൂന്ന് എന്താണ് ബിസ്മിയസ് പിന്നെ ഈ പറയപ്പെട്ട ഫാത്തിഹ തുറക്കത്തിലും മറ്റുള്ളതൊക്കെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുവന്ന ഹദീസുകൾ ഏതൊക്കെയാണ് ഫാത്തിഹയിൽ ബിസ്മിയെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് വന്നതായ ബയ്യിൽ ഹാദീസല്ലത്തി നബി ഇസ്മാത്തിൽ ബസ്നത്തിൽ ഫാത്തിഹ അത് എഴുതി വ്യക്തമാക്കുക നാലാമത്തത് ബയ്യിൻ മാനൽ അൽഫാസ് ലഫ്സിനർത്ഥം ഔഖഉ അതിനകത്തുനിന്ന് അഹ്സനു കൈഫലായിക്കും ഇസ്മുഹു തആല മുഖദ്ദം അൽ ഖിറാഅത്തി പിന്നെ അൽ അബ്തർ ബർക്കത്തത് ഈ അർത്ഥങ്ങളും വളരെ വ്യക്തമായ അതായത് മഖ്തൂഉൽ ജനബി എന്നാണ് അസ്ൽ അബ്തറിൻ്റെ അർത്ഥം പിന്നെയോ ഇതിന് ഉദ്ദേശിക്കപ്പെടുന്നത് നാക്ക് തന്നെ വൈറമിട്ടത് എണ്ണപ്പെടാത്ത ചുരുക്കിയ അതായത് ബർക്കത്ത് കുറഞ്ഞതായി മാറും എന്ന അർത്ഥം അല്ലാഹു തആല നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.